വലിയവൻ, ഈ ലോകത്തെ സൃഷ്ടിച്ച നാഥനാണ് എനിക്ക് ഏറ്റവും വലുത്. സത്യല്ലേ അത്? നമുക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നമ്മളെ സൃഷ്ടിച്ച നാഥനാണ് എനിക്ക് ഏറ്റവും വലുത്. പിന്നെയോ ഈ ലോകത്തിലെ ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത് എന്ന് മനസ്സിലായി. അത് പ്രഖ്യാപിക്കണം ബാങ്കിലൂടെ. ലോകത്തിന്റെ നാഥനെ ആരാധിക്കേണ്ട, സൃഷ്ടികളെയല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. സൃഷ്ടി പൂജ എന്ന് ആരംഭിച്ചോ, നമ്മുടെ വിഷയത്തിൽ ഏറ്റവും വലിയ മർമ്മാണ് ഖുർആൻ ആ കാര്യം പറയുന്നത്. ഖുർആൻ എന്ന മഹാത്ഭുതമാണ് ഞാൻ പറയുന്നത്. സൃഷ്ടി പൂജ എന്ന് ആരംഭിച്ചോ അന്നാണ് മനുഷ്യകുലം വ്യത്യസ്ത മതമായി പോയത്. എന്ന് സൃഷ്ടി പൂജ മാനവ ചരിത്രത്തിലുണ്ടായോ അന്ന് വർഗീയതയും മനുഷ്യർക്കിടയിൽ ഉണ്ടായി. ഞാൻ ലളിതമായി പറയാം, വളരെ ലളിതമായി. മനുഷ്യ ചരിത്രം, ആദമിന്റെയും നോഹ പ്രവാചകന്റെ ഇടയിൽ 10 തലമുറ കഴിഞ്ഞുപോയി. ബിംബാരാധനയില്ല, ഖബറാരാധനയില്ല, മാലാഖമാരെ ആരാധിക്കുന്നില്ല, ജിന്നുകളെ ആരാധിക്കുന്നില്ല, ഒരു സൃഷ്ടിയെയും ആ 10 തലമുറ ആരാധിച്ചില്ല. അവർ സർവശക്തനായ ലോകത്തിന്റെ നാഥനെ മാത്രം ആരാധിച്ചു. ലോകത്തിന്റെ നാഥനെ മാത്രം. ഈ ലോകത്തിന്റെ നാഥനെ മാത്രം ആരാധിച്ചവർ ജീവിക്കുന്നതിനിടയിൽ ആ നാട്ടിൽ 5 മഹാന്മാരുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ ശ്രദ്ധിക്കണം, എന്റെ പ്രിയപ്പെട്ട ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. 5 മഹാന്മാർ. ആ മഹാന്മാര് മരിച്ചപ്പോ സാത്താൻ, ഇബ്ലീസ് മനുഷ്യർക്കിടയിലെ ചില ആളുകളുടെ മനസ്സിൽ ദുർമന്ത്രണം നടത്തി. എന്നിട്ട് ഈ 5 മഹാന്മാരുടെ രൂപം ഉണ്ടാക്കി. മാനവ ചരിത്രത്തിൽ ആദ്യമായി 5 പ്രതിമ നിർമ്മിക്കപ്പെട്ടു. ഈ 5 പ്രതിമ നിർമ്മിച്ചപ്പോ എന്തുണ്ടായി? അവരുടെ മഹത്വം ഓർക്കാനാണ് ആ പ്രതിമ. ആദ്യത്തെ തലമുറ അത് ചെയ്തു. രണ്ടാമത്തെ തലമുറ വന്നു. രണ്ടാമത്തെ തലമുറ വന്നപ്പോ ഈ 5 പ്രതിമയെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഈ 5 പ്രതിമയെ അവർ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എന്തുണ്ടായി? ദൈവം പ്രവാചകനെ അയച്ചു. ഇതല്ലല്ലോ നിങ്ങളെ പഠിപ്പിക്കപ്പെട്ടത്, എന്നെ ആരാധിക്കാനാണല്ലോ. നിങ്ങൾ ആരാധിക്കുന്ന ഈ 5 പേരും മരിച്ചുപോയവരാണല്ലോ. അവർ മഹാന്മാരാണെങ്കിലും ആരാധനക്ക് അർഹരല്ലല്ലോ. അവരോടല്ലല്ലോ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്. അവരോടല്ലല്ലോ നിങ്ങൾ കുട്ടിക്ക് വേണ്ടി തേടേണ്ടത്. അവരോടല്ലല്ലോ നിങ്ങൾ സമ്പത്തിന് വേണ്ടി തേടേണ്ടത്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. അതായിരുന്നു നൂഹ് നബിയുടെ ചോദ്യം. നൂഹ് നബി വന്നു, അവർ ഒന്നിപ്പിച്ചു, ഐക്യപ്പെടുത്തി. പക്ഷേ അവരിൽ ഒരു വിഭാഗം ബിംബാരാധനയെ ന്യായീകരിച്ചു. ആ ബിംബാരാധനയുടെ പിന്നാലെ പോയി. അവർ ശരിക്കും ശ്രദ്ധിക്കണം, ആ ബിംബാരാധകർ നൂഹ് നബിയെ ചീത്ത പറഞ്ഞു. ആ ബിംബാരാധകർ നൂഹ് നബിയെ തല്ലി. ആ ബിംബാരാധകർ നൂഹ് നബിയെ കൊല്ലുമെന്ന് പറഞ്ഞു. ആ ബിംബാരാധകർ നൂഹ് നബിയെ നാടുകടത്തുമെന്ന് പറഞ്ഞു. സൃഷ്ടി പൂജ അപകടമാണ്. അത് ഖബർ ആരാധിച്ചാലും മുഹമ്മദ് നബി ആരാധിച്ചാലും സവാ സവാ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്താ? സൃഷ്ടി പൂജയല്ലേ, അത് പ്രതിഷ്ഠിച്ചതല്ലേ. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ശ്രീരാമനെയും സീതാ പ്രതിമയെയും സ്ഥാപിച്ചതല്ലേ പ്രശ്നത്തിന്റെ കാരണം. എങ്കിൽ പ്രശ്ന കാരണം എന്താണ്? ചിന്തിക്ക്, എല്ലാരും ചിന്തിക്ക്. ലളിതമായ ഒരു ഉദാഹരണം പറയാം. മുഹമ്മദ് നബി ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ലളിതമായ ഒരു ചരിത്രം. മസ്ജിദുൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ പള്ളി. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, അവിടെ വെച്ച് അല്ലാഹുവിനോടൊപ്പം വേറെ ഒരാളെയും വിളിക്കരുത്. 72-ാം അധ്യായം 18-ാമത്തെ വചനം. അപ്പൊ അല്ലാഹുവിന്റെ മസ്ജിദിൽ ഒരു അമുസ്ലിം സഹോദരൻ, നോൺ മുസ്ലിം, പള്ളി കയറി മൂത്രയിച്ചു. മുഹമ്മദ് നബി നേരിട്ട് നേതൃത്വം നൽകുന്ന പള്ളിയിൽ മൂത്രയിച്ചു. സഹാബികൾ, സഖാക്കൾ, അനുചരന്മാർ കോപാക്രാന്തരായി. അവരുടെ കണ്ണുകൾ ചുവന്നു കൊടുത്തു. അവർ ബേളം വെക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മസ്ജിദിൽ കയറി മൂത്രയിക്കേ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബി മാനുഷികത്തിന്റെ വിശ്വാചാര്യൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ
ആലമീൻ. അനുചരന്മാർ മൂത്രയിച്ച അമുസ്ലിമിനോട് അപമര്യാദയായി പെരുമാറി. അവർ പെരുമാറിനെ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ആരാധനാലയത്തിൽ മറ്റൊരു മതക്കാരൻ മൂത്രയിക്കുകയാണ്, അത് വർഗീയ കലാപം ഉണ്ടാക്കും. അവിടെ മുഹമ്മദ് നബി ആരായിരുന്നു? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. ആ റസൂൽ വിശ്വസിക്കണില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് അടങ്ങടങ്ങടങ്ങ്, ആള് മൂത്രയിക്കട്ടെ, മൂത്രയിക്കാൻ വിട്ടോ. സാധാരണഗതിയിൽ മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിന് ആരടാ നിന്നു, ഓൻ അപകടപ്പെടുത്തല്ലേ, ഒഴിച്ച് ഫിനിഷ് ആക്കട്ടെ ആയിരുന്നു മുഹമ്മദ് നബി. ഒഴിച്ചിട്ട് ഓനോട് ഫിനിഷ് ആക്കട്ടെ. മൂത്രമൊക്കെ ഒഴിച്ച് മൂപ്പർക്ക് റാഹത്തായപ്പോൾ റസൂൽ ഒഴിച്ച് റാഹത്തായോ? ആ അങ്ങോട്ട് വാ. ഷോൾഡറിൽ ഇങ്ങനെ കൈവച്ചിരിച്ച് എന്താ ഇത്? ഇതൊരു ആരാധനാലയല്ലേ? ഇവിടെ മൂത്രമൊഴിച്ച അതിൻ്റെ അനുയായികൾക്ക് ദേഷ്യം പിടിക്കൂലേ? കലാപത്തിന് വേറെ എവിടെയും പോണോ? ദൈവത്തെ വാഴ്ത്തുന്ന, അവനെ സ്തുതിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന പരിശുദ്ധമായ ഒരു ആരാധനാലയം. അവിടെ മൂത്രമൊഴിച്ചത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്ത് തെറ്റല്ലേ എന്ന് സ്നേഹത്തോടു കൂടി ചോദിക്കണാര്? ഹബീബുന ഖലീലുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു സംഭവം ഉണ്ടായി. ഈ മനുഷ്യല്ലേ മൂത്രമൊഴിച്ച മനുഷ്യൻ കയ്യുടെ അയാളുടെ നെഞ്ചിനോട് ചേർത്തിട്ട് പറഞ്ഞു, അല്ലാഹുവേ, എന്നോട് മാന്യമായി പെരുമാറിയ മുഹമ്മദിന് നീ പുറത്തു കൊടുക്കണേ. അല്ലാഹുവേ, എന്നോട് കോപാകുലരായ അവർക്ക് നീ പുറത്തു കൊടുക്കല്ലേ. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം. ഒരു വർഗീയ കലാപം നബി ഇല്ലാതാക്കി. ഇനി ഞങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി ഒരു മുസ്ലിം മൂത്രയിച്ചാൽ മുസ്ലിങ്ങൾക്ക് പിന്നെ മൂത്രയിക്കാൻ ഉണ്ടാവുമോ? ഇന്നത്തെ ലോകത്ത് ഉണ്ടാവുമോ? എങ്കിൽ പഠിക്കുക മതം. മതം എന്താന്ന് പഠിക്കുക. തീർന്നില്ല. ഒരു തെറ്റിദ്ധാരണയും കൂടെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾക്ക് പള്ളി യേശുക്രിസ്തുവിനെ വിളിക്കാൻ വിട്ടുകൊടുത്തു. പച്ച കളവ്, പച്ച നൊണ. അങ്ങനെ ഒരു സംഭവമല്ല, സഹി അല്ല അത്. എന്തേ കാരണം? നിങ്ങൾക്ക് ആർക്കും ഖുർആനെതിരായിട്ടൊരു ആശയം ഉണ്ടാവുമോ ഹദീസിൽ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യത്തിന് പച്ചക്കെതിരായി വരുമോ ഒരു സംഭവം? ഇല്ല. എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദൂ മഅല്ലാഹി അഹദാ. പള്ളി അല്ലാഹുവിൻ്റെതാണ്, അവനോടൊപ്പം അവിടെ വെച്ച് വേറെ ഒരു സൃഷ്ടിയെയും വിളിക്കരുത് എന്ന് അല്ലാഹ് പറഞ്ഞിട്ട് അത് ഓതിക്കൊടുത്ത ഹബീബായ റസൂലുള്ളാഹ് ആ പള്ളിയിൽ യേശു ക്രിസ്തുവിനെ വിളിക്കാൻ അവസരം കൊടുക്കുമോ? ഹദീസ് ലൈഫാണ്, മേലുദ്ധരിക്കരുത്. നബീന്റെ ഐക്യം പഠിപ്പിക്കാൻ അതൊന്നും ഉദ്ധരിക്കേണ്ടയില്ല. ക്രിസ്ത്യാനികളായിട്ട് നബി സംവാദം നടത്തിയിട്ടുണ്ട്, ആ ഭാഗം സഹിയ. ജാബിർലാനും അലി റഹ്ലാനും ഒക്കെ സംബന്ധിച്ചിട്ടുണ്ട്, അതൊക്കെ സഹിയ. ഓ മാത്രമല്ല, വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദാ, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളോട് താക്കീത് നൽകാനായി ഈ ഖുർആൻ അവതരിച്ചെന്ന് പറഞ്ഞിട്ട് അത് ഓതിക്കൊടുത്ത നബി ചെയ്തോളി എന്ന് പറയുന്നോ? അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ തിരുത്തുക. ശരി, ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. എനിക്ക് കേട്ടോളൂ കേട്ടോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ സാഹിബ് എന്ന് വിളിച്ച അബൂബക്കർ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ പ്രവേശിക്കാൻ ബർക്കത്ത് ലഭിക്കപ്പെട്ട മഹാനായ സ്വഹാബി, സിദ്ദീഖുൽ അക്ബർ, ഖലീഫ, അങ്ങനെ പല പേരിലും അല്ലേ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഓടി വന്നിട്ട് ഒരു വയലിറത്തേണ്ടി വന്നു, ഒരു പ്രസംഗം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, ആരെങ്കിലും ശ്രദ്ധിച്ചോളൂ, ഇസ്ലാം എന്താ ശ്രദ്ധിച്ചോളൂ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവന് മരണമില്ല, അവനൊരിക്കലും മരിക്കുകയില്ല. സായിബാബ് മരിച്ചപ്പോ ഏതെങ്കിലും ഒരു സായി ഭക്തൻ ഇങ്ങനെ പ്രസംഗിച്ചോ? ഇനി ഒരു സംഭവം കേട്ടോളൂ കേട്ടോ. എൻ്റെ വീട് കണ്ടവരൊക്കെ ഉണ്ട്, എൻ്റെ വീട് കണ്ടവരുണ്ട്, ഈ സദസ്സിലുണ്ട്, സദസ്സിൽ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു പള്ളി, ആ പള്ളിയുടെ നേരെ മുമ്പിൽ ബാബുവേട്ടൻ, സായി ഭക്തനായ ബാബുവേട്ടൻ. പലതവണ ബാബുവേട്ടനായിട്ട് ആശയപരമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സായിബാബ മരിച്ചത് ബാബുവേട്ടൻ അറിഞ്ഞില്ല.
ചാനലിൽ ന്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിഞ്ഞില്ല. സായിബാബന്റെ പ്രതിമന്റെ മുമ്പിൽ ബാബേട്ടൻ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാബേട്ടന്റെ മകൻ ശംഭു വന്നിട്ട് പറഞ്ഞു, അച്ഛാ ആള് പോയി, അച്ഛാ നമ്മൾ ആരാധിച്ച ദൈവം മരിച്ചു, മൂപ്പര ഹാർട്ട് നിന്നു, ശരീരം നിശ്ചലമായി, മരണത്തിന് കീയൊതുങ്ങി. ഞാൻ ആലോചിക്കേണ്ട ബാബുവേട്ടനെ കുറിച്ച്, മരിച്ചു പോകുന്ന ഒരു പടച്ചോനെ ആരാധിക്കേണ്ടെന്ന ബാബുവേട്ടനെ കുറിച്ച്. ഇസ്ലാമിലോ നിങ്ങളൊക്കെ ക്ഷമിക്കണം, നൗദുബില്ല, ഞാനിവിടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിന്ന് വിചാരിച്ചോ, എന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, ബാലുശ്ശേരി അറിഞ്ഞോ 9:30 മണിക്ക് അള്ളാഹു മരിച്ചു. നൗദുബില്ല, അങ്ങനെ ഒരവസ്ഥ മുസ്ലിങ്ങൾക്കില്ല. മുസ്ലിങ്ങളുടെ അള്ളാഹ് മരിക്കില്ല, കാരണം ലോകത്തിന്റെ നാഥന് മരണമില്ല. ഇനി ഒന്നുകൂടി പറയാ, ഞാനൊരു കാർ ഓടിച്ചു പോവുകയാണ്, എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി, ഞാൻ കാറിന്റെ സ്റ്റിയറിംഗിലേക്ക് വീണ് മരിച്ചു. ആ കാർ എന്താവും? ലക്ഷ്യസ്ഥാനത്തെത്തുവോ? എന്റെ വീട്ടിലെത്തുവോ? എന്നെയും കൊണ്ട് ആ കാർ വീട്ടിലെത്തുവോ? ഒരിക്കലുമില്ല. എല്ലാവർക്കും അറിയാം, ആ കാർ ഒരു ഭിത്തി പോയി ഇടിക്കും, ഒരു കൊക്കയിലേക്ക് പോകും, ഒരു മരത്തിലിടിക്കും, അല്ലെ വേറൊരു വാഹനത്തിലിടിക്കും, അത് അവിടെ തകരും. ഉറപ്പാണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ സൂര്യൻ നിശ്ചലായോ? ഇല്ല. ഏതെങ്കിലും ഹിന്ദു സന്യാസി മരിച്ചപ്പോ 10 മണി മുല്ല വിടരാതിരുന്നോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ എന്തായോ? ഇല്ല. സായിബാബ മരിച്ചപ്പോ സൂര്യൻ നിശ്ചലായോ? ഇല്ല. എന്ത് മനസ്സിലായി? ഒരു കാര്യക്കും ആ നിയന്ത്രണത്തിൽ ഒരു പങ്കുമില്ല. അത് നിയന്ത്രിക്കുന്ന പടച്ചോനോ ഓന് മരണവും ഇല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു പറയാണ്, ഒരിക്കലും മരിക്കാത്ത അല്ലാഹു, എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചോൻ. അതുകൊണ്ട് ഇസ്ലാം ലോകത്തോട്, ഇപ്പൊ നിങ്ങൾക്കറിയോ, ഒരു കബറിടം കെട്ടി ഉയർത്തി ദർഗ, ഇപ്പൊ പുളിങ്ങോം മക്കാം, വിഴിഞ്ഞം മക്കാം, നമ്മുടെ പല നാട്ടിൽ 3 ബെട്ടുമ്മ ജാറം, ആ ജാറത്തിലേക്ക് ഒരു മുസ്ലിം ഫണ്ട് കൊടുത്താൽ ഇസ്ലാം പറയുന്നു അത് ശിർക്കിന്റെ ഫണ്ടാണ്, ബൗദ്ധൈവത്വത്തിന്റെ ഫണ്ടാണ്, പാടില്ലാത്തതാണ്. യേശുക്രിസ്തുവിനെ ആരാധിക്കുക എന്നത് ബൗദ്ധൈവത്വമായി പഠിപ്പിച്ചു കൊടുത്ത മതസമൂഹമാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ക്രൈസ്തവ ചർച്ചിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി ഫണ്ട് കൊടുക്കാൻ മുസ്ലിമിന് പാടില്ല. ബിംബാരാധന വിലക്കിയ ഇസ്ലാം, ബിംബാരാധന പാപമാണെന്ന് പറഞ്ഞ ഇസ്ലാം, ബിംബാരാധന നടത്തുന്നവർക്കും നടത്തുന്ന കേന്ദ്രത്തിനും അതിന്റെ പേരിൽ ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഇതാർക്കാ മനസ്സിലാത്ത? ഉദാഹരണം, പശുയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഹിന്ദു പശുയിറച്ചി കൊണ്ടു കൊടുത്താലോ? പശു ഇറച്ചി തിന്നാൻ പാടില്ലെന്നും പാപമാണെന്നും വിശ്വസിക്കുന്ന ബാലചന്ദ്രൻ മുസ്ലിമിന് പശുയിറച്ചി, പശുവിനെയും കൊണ്ട് കൊടുത്തു, പശുവിനെ തിന്നാനും കൊടുത്തു, പശുയിറച്ചി പാകവും ചെയ്തു കൊടുത്താലോ? ഓൻ പാപിയാണോ? അല്ലേ? ഈ വാദക്കാരുടെ പ്രകാരം പാപിയാണോ? അല്ലേ? അതിനെ എന്നെ തീവ്രവാദിയാക്കി. ഞാനിത് പറഞ്ഞിട്ട്, ഇത് മുസ്ലിങ്ങൾ നേർച്ചടത്തുന്ന ജാറ മേഖലയില്ലേ, ഇസ്ലാം അല്ല, അത് പാടില്ല. വളരെ ക്ലിയർ, ആർക്കെതിരല്ല ഇത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പതാ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി കറുപ്പെടുത്തില്ലേ, മണ്ഡലം നോമ്പ് തന്നെ ഒരു നോമ്പില്ലേ ഉണ്ട്. ആ നോമ്പ് വെക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? മുസ്ലിങ്ങൾ വെറുപ്പുള്ളോണ്ടാ? അല്ല. ഉറപ്പല്ലേ? ആ മണ്ഡലം നോമ്പ് വിശ്വസിക്കുന്ന ഈശ്വരൻ സ്വീകരിക്കാൻ ഉറപ്പാണോ? അപ്പൊ ചിലത് പാടില്ല, ചിലത് പാടുണ്ടെന്നുണ്ടല്ലേ. അത് ചെയ്യുന്ന ഒരുത്തൻ ഭീകരവാദിയാവോ? ആവോ? ഇല്ല. ഓക്കെ. ദെൻ സഹോദരങ്ങളെ, വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. വിമൽ എന്ന് പറയുന്ന ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, മരണാനന്തര ജീവിതമുണ്ടോ? ഞാൻ വിമലിനോട് പറഞ്ഞു, നിന്റെ ആ ചോദ്യം തന്നെ മരണാനന്തര ജീവിതം ഉണ്ട് എന്നുള്ളതിന് തെളിവാണ്. മരണാനന്തര ജീവിതമുണ്ടോ ഇല്ലേ? ഇപ്പൊ രാത്രിയുടെ നേരെ വിപരീതം പകല്, ആണിന്റെ നേരെ മറുഭാഗം സ്ത്രീ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ദുനിയാവിൽ. ദുഃഖം, സന്തോഷം, ഇഹലോകം, പരലോകം. ഇനി ഞാൻ എന്നോട് പറഞ്ഞു, വിമൽ നിനക്ക് 24 വയസ്സോ 25 വയസ്സോ, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു വിമൽ. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല വിമൽ, ഞാനില്ല. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ഇല്ലാത്തൊരു കാലുണ്ടായി, അവരുണ്ടായി, അവർ വിവാഹിതരായി,
അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 2 മില്ലി ലിറ്റർ രക്തത്തിൽ 200 കോടി ബീജഗണത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജം മണ്ഡവുമായി കൂടിച്ചേർന്നു, സൈക്കോട്ടായി, ഈ രൂപത്തിലൊക്കെ ഉണ്ടായി. വിമൽ, അങ്ങനെ ഞാൻ നീ ഉണ്ടായി, ഇനി നമ്മളിൽ നിന്ന് വീണ്ടും ഉണ്ടാവില്ല എന്ന് പറയാൻ എന്താ വിമൽ? ഉണ്ടാവുന്നല്ലേ വിമൽ? എന്നിട്ട് ഞാൻ വിമലിനോട് ചോദിച്ചു, വിമൽ എറോനോട്ടിക് എഞ്ചിനീയർ ആയി ഇരിക്കണത് വിമൽ, അതാ എറോനോട്ടിക് രാഹുൽ ആയി ഇരിക്കണത്. ഒന്ന് ചോദിച്ച മോനെ, എന്ത്? വിമാന അപകടം മംഗലാപുരത്തുണ്ടായി, പല നാടുകളിൽ ഉണ്ടായി. വിമാനം കത്തി നശിച്ച് ചാമ്പലായാലും, കത്തി നശിച്ച് തീർന്നാലും നശിക്കാത്ത ഒരു രേഖ വിമാനത്തിലുണ്ട്. അതെന്താ? ബ്ലാക്ക് ബോക്സ്. സമ്മതിച്ചോ വിമൽ? വിമാനം ഏത് കടലിൽ മുങ്ങിയാലും, ഏത് മത്സ്യം വിമാനത്തിലുള്ളവരെ കൊന്നാലും, എങ്ങനെ ചുട്ട് കരിഞ്ഞാലും വിമൽ, ആ ബ്ലാക്ക് ബോക്സ് നശിക്കുന്നുണ്ടോ? വിമൽ പറഞ്ഞു, ഇല്ല. എങ്കിൽ വിമൽ, നമ്മുടെ നട്ടെല്ല് താഴ്ന്ന അരഭാഗത്ത് അജബുദ്ധനം എന്ന് പറയുന്ന ഒരു വാലറ്റും ഒരു സമ്പൂർണ്ണ കോശം മണ്ണിൽ കത്തിച്ചാലും ചാമ്പിയാലും നശിക്കാതെ നിലനിൽക്കുന്നു. ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്, ബൽദത്തൻ മൈതൻ കദാലിക്കൽ ഖുറൂജ്. വിമൽ സന്തോഷത്തോടെ ഇരുന്ന് തീർന്നില്ല. വിമൽ, ബാക്കി ഭാഗം എടുക്കട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വിമൽ, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ, എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളി, നല്ലൊരു ദൈവത്തിന്റെ പോയിന്റാ പറയുന്നത്, മനസ്സ് കുറിച്ച് വെച്ചിട്ട് നാളെ മുതൽ ചോദിച്ചാളാ എല്ലാരോടും. വിമൽ, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ 8 മാസം പ്രായമായ ഒരു ആൺകുട്ടി, 8 മാസം പ്രായമായ ഒരു ആൺകുട്ടി, 8 മാസമായി, 1-2 മാസത്തിന്റെ ഉള്ളിലായിട്ട് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം പുറത്തു വരും. അപ്പൊ അവന്റെ ജ്യേഷ്ഠനുണ്ട്, 10 വയസ്സ് പ്രായമായ ഒരു കുട്ടി. ഈ ജ്യേഷ്ഠൻ ഗർഭപാത്രത്തിൽ ചെല്ലുകയാണ് അമ്മന്റെ അനിയനെ കാണാൻ. 8 മാസം പ്രായമായ അനിയനെ കാണാൻ 10 വയസ്സുള്ള കുട്ടി ചെല്ലുകയാണ്. എന്നിട്ട് അനിയനോട് പറയണം, എടാ ഞാൻ നിന്റെ ജ്യേഷ്ഠനാടാ, എൻ്റെ പേര് കർണൻ, നിന്റെ പേര് ഇന്നതാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടാ, ഈ അമ്മയുടെ ചെറിയ കൊച്ചു ഗർഭപാത്രമില്ലേ, അതേ അല്ല പറഞ്ഞിട്ടില്ലേ, ആ 3 ഇരുട്ടറകൾക്കുള്ളിൽ വയറാകുന്ന ഭിത്തി, ഗർഭപാത്രമാകുന്ന 2ാമത്തെ ഭിത്തി, ആംനിയോ കോറിയോൺ പാടയായ 3ാമത്തെ ഭിത്തി. ഈ ചെറിയ 3 ഇരുട്ടറക്കുള്ളിലാണ് ആരുള്ളത്? 8 മാസം പ്രായമായ ഈ കുട്ടിയുള്ളത്. അപ്പൊ ജ്യേഷ്ഠൻ പറയാണ്, മോനെ, ഞാനും നിന്നെ പോലെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ 10 മാസം ഗർഭപാത്രത്തിൽ കിടന്നപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വിശാലമായ ആകാശഭൂമിയുള്ള ഒരു ലോകത്തേക്ക് ഇത്ര ചെറിയ അമ്മയുടെ വയറ്റിന്ന് ഞാൻ പുറത്തു പോകുന്നു ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ പുറത്തു പോയപ്പെടാ, കടല് കണ്ടടാ, ആകാശഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും കഠാറുകളും സൗരയൂഥങ്ങളും കണ്ടടാ. അതുകൊണ്ട് നീ 2 മാസോട് കഴിഞ്ഞാ അമ്മച്ചിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരും. അന്ന് ഞാൻ നിന്നെ കൊഞ്ചിക്കളിപ്പിക്കും, ഞാൻ നിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകും. അന്നപ്പോ ഈ 8 മാസമായ കുട്ടി ഒറ്റ ചിരിച്ചിട്ട് എന്താ പറയണേ, 8 മാസമായിട്ട് ഈ ഗർഭപാത്രത്തിനപ്പുറത്ത് ഒരു ലോകവും ഞാൻ കണ്ടിട്ടില്ല. ഒരു കയറിനെങ്ങനെ കുടുക്കി തിരിക്കുന്നുണ്ട് കുറെ കാലമായിട്ട്, പൊക്കിൾ കൊടി, ഇതിന്റെ അപ്പുറത്തൊരു ലോകോ എന്ന് ചോദിച്ച ആരാ അവിടെ വിഡ്ഢി? ഗർഭപാത്രത്തിന്റെ പുറത്തൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞ ജ്യേഷ്ഠനാണോ വിഡ്ഢി? ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ജീവിച്ചവൻ നിഷേധിക്കുന്നവനാണോ വിഡ്ഢി? ആരാ വിഡ്ഢി? വിമൽ ചിന്തിക്കുകയായിരുന്നു. 2ാമതൊരു പോയിന്റും കൂടി പറഞ്ഞു. എന്താ സംഭവം? ഇതിങ്ങനെ പഠിപ്പിക്കുന്നത് എന്തിനറിയങ്ങള്? ജീവിതത്തിൽ ആരെങ്കിലും ഗർഭപാത്രത്തിനുള്ളിൽ പോയിട്ട് ഇങ്ങനൊരു ഭൂമിക്ക് വരാനുണ്ട് എന്ന് ആരെങ്കിലും പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഈ ലോകം എല്ലാം ഉണ്ടോ? മനസ്സിലായില്ല. ഗർഭപാത്രത്തിനുള്ളിൽ ഒരാളും ചെന്നിട്ട് ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് പറഞ്ഞില്ല. അല്ല, ഇങ്ങനൊരു ലോകത്ത് പോയി. ഇനി ഒന്നുകൂടി ചിന്തിച്ചോ, സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹു ഇട്ടിരുന്ന തോന്നൽ ഒന്നുകൂടി ചിന്തിച്ചോ. ഒരുപാട് ദുഷ്ടന്മാർ ജീവിക്കുന്ന ഒരു ലോകത്താണ് ഇവിടെ ജീവിക്കുന്നത് വിചാരിക്കുക. അപ്പൊ ഈ കുട്ടിയുടെ തന്നെ അച്ഛനും അമ്മയും മഹാദുഷ്ടന്മാര്. അപ്പൊ ഈ കുട്ടി എങ്ങനെങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ, എടാ ജി അവിടെ കിടന്നങ്ങ് മരിച്ചയാൾ എങ്ങോട്ട് വരണ്ട, ജന്തു ആയ ഒരു അമ്മയാ നമ്മളത്, ജി പുറത്തേക്ക് വരണ്ടെന്നെങ്കിലും പറയാൻ ഇന്ന് വരെ ചെന്നിട്ടുണ്ടോ? ഇല്ല. ഈ ദുഷ്ടതൊക്കെ ഇവിടെ അനുഭവിക്കുമ്പോൾ ധനിയനെ അറിയിക്കണം എന്ന് വിചാരിച്ച കഴിയോ? ഇല്ല. പക്ഷേ ഇതില്ലാണ്ടിക്കുവോ? ഓൻ ഇങ്ങോട്ട് വന്നത് അനുഭവിക്കാണ്ടിക്കുവോ? ഇല്ല. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചോദ്യം കൂടി വിമലിനോട് ഞാൻ ചോദിച്ചു. വിമൽ, അവിടെ അനിയൻ സ്വീകരിക്കേണ്ട മാനദണ്ഡമായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അനിയൻ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്തായിരുന്നു? അനിയൻ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഇതില്ലാണ്ടിക്കുവോ? ഓൻ ഇങ്ങോട്ട് വന്നത് അനുഭവിക്കാണ്ടിക്കുവോ? ഇല്ല. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചോദ്യം കൂടി വിമലിനോട് ഞാൻ ചോദിച്ചു. വിമൽ, അവിടെ അനിയൻ സ്വീകരിക്കേണ്ട മാനദണ്ഡമായിരുന്നു, എന്റെ ജ്യേഷ്ഠൻ
ഗർഭപാത്രവും പുറത്തുള്ള ലോകവും എന്റെ ഏട്ടൻ കണ്ടിട്ടുണ്ടോ എന്നേ ചിന്തിക്കേണ്ടേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ചിന്തിക്കേണ്ടതോ, ജ്യേഷ്ഠൻ കള്ളമാണോ പറയണത് ശരിയാണോ? ഇനി നിങ്ങൾ കേട്ടോളൂ കേട്ടോ, ഇനി ഞാൻ പറയുന്നേക്കണം. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ പഠിച്ച ബാലൻ ജീവിതത്തിൽ ഒരിക്കലും ബാലൻ കളവ് പറയുന്നില്ല എന്ന് വിചാരിക്കുക. എന്റെ കൂടെ ജീവിച്ചൊരു കാലത്തും ബാലൻ കളവ് പറഞ്ഞിട്ടില്ല. ക്ലാസ്സിലെ മുഴുവൻ ആളുകളും പറയുന്നത് ബാലൻ കളവ് പറയില്ല. ബാലന്റെ അമ്മയും അച്ഛനും പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങളുടെ മകൻ കളവ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ബാലന്റെ ഏറ്റവും വലിയ ശത്രുക്കളെ മുഴുവനും പറയുന്നു കള്ളം പറഞ്ഞിട്ടില്ല. എങ്കിൽ ഞാൻ ചോദിക്കാം, ആ മനുഷ്യൻ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇനി ആർക്കെങ്കിലും ഇതേ മടിയുണ്ടോ ലോകത്ത്? ഇനി ഞങ്ങളോടും പറയട്ടെ, മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ ശത്രു അബൂജഹലായിരുന്നു. അബൂജഹൽ പറയാണ്, മുഹമ്മദേ 40 കൊല്ലം നീ മണ്ണിൽ ജീവിച്ചിട്ട് ഒരു കള്ളം പറഞ്ഞില്ല മുഹമ്മദേ, നിന്നെ ഞാൻ കളവാക്കുന്നില്ല മുഹമ്മദേ. ഇറാഖിലെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പ്രവാചകന്റെ ശത്രുവായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ജാഹിലായിരുന്ന കാലത്ത് അബൂ സുഫിയാനോട് ആ രാജാവ് ചോദിക്കാണ്, ക്രിസ്ത്യാനിയായ രാജാവ് ആട്ടെ, ഒരു പ്രവാചകത്വം വാദിക്കുന്ന ഒരു നബി വന്നിട്ടില്ല നിങ്ങളുടെ നാട്ടില്? ഉണ്ട്. ആ നബി കള്ളം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അബൂ സുഫിയാൻ ആരാ? മുഹമ്മദ് നബിയുടെ കണ്ടകോടാലി, കിട്ടിയെടുത്ത് വെച്ച് കൊല്ലും, അത്ര വലിയ ശത്രുത അല്ലേ? ആ അബൂ സുഫിയാൻ പറയാണ്, മുഹമ്മദിനോട് ഞങ്ങൾക്ക് വെറുപ്പാ, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം രാജാവ് അബൂ സുഫിയാനോട്, അബൂ സുഫിയാൻ ഈ ആള് കള്ളം പറയോന്ന് ഞങ്ങളോട് ചോദിച്ചില്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല? എങ്കിലും ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും സ്വന്തം കാര്യത്തിൽ കളവ് പറയാത്ത ഒരാള് ഈശ്വരന്റെ പേരിൽ കളവ് പറയില്ല. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഒരാള് അള്ളാന്റെ പേര് കളവ് പറയില്ല. ഈ കുടിക്കുമുട്ടയിലെ മനുഷ്യരോട് ഞാൻ പറയുന്നു, മുഹമ്മദ് നബി ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. ആ നബി സ്വർഗവും നരകവും കണ്ടു വന്നാളാ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നു, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അംഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പടച്ചോലേ നിങ്ങൾ മടങ്ങിപ്പോവില്ല നിങ്ങൾ വിചാരിക്കണ്ട, പടച്ചോലേ നിങ്ങൾ മടങ്ങിപ്പോവും. അല്ലെങ്കിൽ ഈ ലോകം എന്താ? എത്ര നിരപരാധികളെ കൊന്നു. ഞാന് വളരെ സാധാരണക്കാരനായ ഒരു പ്രബോധകനാണ്. ഈ രാഹുൽ പശുപാൽ, പിന്നെ അരുന്ധതി, രശ്മി, ഓലെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു നമ്മൾ കേരളത്തില്. അതെല്ലാം ഇവിടെ നടന്നു. കൂട്ടിക്കൊടുപ്പുകാരും റോയൽ പിമ്പുകാരും എല്ലാം ഇവിടെ. അന്തപുരങ്ങളിൽ, അരമനകളിൽ മറ്റു പലരുടെ മുമ്പിൽ മുടുതുണിയുടിയാൻ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കുന്നവർ അവരാരാ? അവർ ധനപാലരല്ല, പശുപാലരല്ല, അവർ ശരീരത്തിന്റെ നിന്നോന്നതകളെ പരിപാലിക്കുന്നവരാ അല്ലേ? കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷം എന്താ? മാൻഹോളിൽ മരിച്ചിട്ടുള്ള നൗഷാദിനെ കുറിച്ചുള്ള ചർച്ച എന്താ? അരുതാത്തതായിരുന്നില്ലേ ആ ചർച്ചകളെല്ലാം? ഒന്നൊന്നൊഴിയാതെ ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഘർഷഭരിതമായ അവസ്ഥാവിശേഷങ്ങളുടെ കാരണങ്ങളെ ശരിക്കും പഠിച്ചും പരിശോധിച്ചും നമ്മൾ മുന്നോട്ട് പോകണം. തെറ്റ് എന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടാകണം, ആര് ചെയ്ത തെറ്റിന്. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനാണ് തയ്യാറെടുക്കേണ്ടത്. ഖുർആൻ അന്താരാഷ്ട്ര സമ്മേളനം ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്. മൂന്നാമത്തത്, എനിക്ക് മുസ്ലിമീങ്ങളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീആ. പറയുക പ്രവാചക, ഞാൻ ലോകത്തിന് മുഴുവനുമുള്ള പ്രവാചകനാണ് എന്ന് പറ പ്രവാചക. വമാ അർസൽനാക ഇല്ലാ കാഫതൽ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പാശ്ചാത്യർക്കും പൗരസ്ത്യർക്കുമുള്ള ഈ പ്രവാചകൻ, ഏത് നാട്ടിലെ അറബിക്കും അനറബിക്കും വിമോചകനായ പ്രവാചകൻ, ജീവിതത്തിലുടനീളം മാതൃക കാണിച്ച പ്രവാചകൻ, പല്ല് തേക്കണേ, കുടിക്കണേ, വൃത്തിയാക്കണേ,
മൂത്രം വഹിച്ചാൽ കഴുകണേ, കഴുകി വൃത്തിയാക്കണേ. കാട്ടിച്ചാൽ കഴുകണേ. വലത്തെ കൈകൊണ്ട് ശൗചം ചെയ്യരുതേ. വലത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കണേ. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണേ. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കരുതേ. മീശ വെട്ടി ഒതുക്കണേ. താടി നീട്ടണേ. നരിയാണിയുടെ താഴെ തുണി പോകരുത് പുരുഷന്മാരെ. സൗന്ദര്യം വിൽക്കരുത് പെണ്ണുങ്ങളെ. നിങ്ങളുടെ സൗന്ദര്യം അമൂല്യമാണ്. അത് ഭർത്താവിന്റെ മുമ്പിലല്ലാതെ നിങ്ങൾ സമർപ്പിക്കരുതേ. സ്ത്രീധനം വാങ്ങരുതേ. മയക്കുമരുന്നിന് അടിമപ്പെടരുതേ. മദ്യപിക്കരുതേ. യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ യൗവനം കേടുവരുത്തരുതേ. മുസ്ലിമീങ്ങളെ, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നൊരുത്തമ സമുദായം, നന്മ കൽപ്പിക്കുന്ന സമുദായം, തിന്മ വിരോധിക്കുന്ന സമുദായം, പുകവലിക്കാത്ത സമുദായം, മയക്കുമരുന്നിനടിമപ്പെടാത്ത സമുദായം. പാരീസിൽ ബോംബിട്ട് ഒരു മുസ്ലിം നാമധാരി അല്ലേ, മയക്കുമരുന്നിനടിമ. അദ്ദേഹത്തിന്റെ സഹോദരി പറയാണ്, ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും. പിന്നെ കൊട്ടേഷൻ പാർട്ടി കുഞ്ഞുനാളിലെ കാണുന്നവന്റെ മോന്തക്ക് തുണ്ടേ ഈ ചങ്ങായി. അന്ന് തുടങ്ങിയത് അവന്റെ വിളയാട്ടം. ഓനെ മുസ്ലിമാ, മുസ്ലിം പേരിട്ട് നിസ്കരിച്ചിട്ടില്ല, പച്ച കാഫറ. നിസ്കരിക്കാത്ത മുസ്ലിം പച്ച കാഫറാണ്. അപ്പൊ സ്വഭാവത്തെ കുറിക്കുന്ന പദമാണ് കാഫർ. ഓനെ മുസ്ലിങ്ങളുടെ ശ്മശാനത്ത് വെക്കാൻ പാടില്ല. അബ്ദുൽ അസീസിന്റെയും ആബിദയുടെയും മകനായി ഒരുത്തൻ ജനിച്ചു വിചാരിച്ചോ, ഒരു മുസ്ലിം പേര്. ഓൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഓന് മുസ്ലിങ്ങളെ ശ്മശാനത്തിൽ ഒരു മയ്യത്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് മുസ്ലിം അല്ലോന് ഓൻ കാഫറാണ്. കാഫർ ബോംബിട്ടതിന് ഇസ്ലാമിന്റെ പേരിൽ വെക്കരുത്. നിസ്കരിക്കാത്തോൻ, മനസ്സിലായോ? അല്ലാതെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും വിളിക്കുന്ന പേരല്ല അത്. നിങ്ങൾ ഏതാളുകൾ എടുത്തു നോക്കൂ. തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാനിൽ കഞ്ചാവ് വിറ്റിട്ട് അവർ ജീവിക്കുന്നത്. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم. അല്ലാഹു പറയുകയാണ്, അതേ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കാനത്ത് അലൈഹിം ഇസ്റം വല്ലഅലാൽ അല്ലതി കാനത്ത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്റൂഹു വനസറൂഹു വത്തബഉ النور الذي ഉൻസില മാഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തൗറാത്തിൽ പേര് പറഞ്ഞ പ്രവാചകൻ, ഇഞ്ചീലിൽ പേര് പറഞ്ഞ പ്രവാചകൻ, നിരക്ഷരനായ പ്രവാചകൻ, നന്മയായ എന്തൊക്കെയുണ്ടോ അത് പഠിപ്പിച്ച പ്രവാചകൻ. സ്ത്രീകളുടെ മുഖത്തടിക്കരുതേ, ഭാര്യമാരെ ആക്രമിക്കരുതേ, അവർക്ക് ഭക്ഷണം കൊടുക്കണേ, അവർക്ക് വസ്ത്രം നൽകണേ, അവരുടെ ന്യൂനത ലോകത്തോട് പറയരുതേ. ഹുന്ന ലിബാസുല്ലക്കും വഅൻതുൽ ലിബാസുല്ലഹുന്ന. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രമാണ്. ഭർത്താവിന്റെ പെരുവിരൽ മുതൽ ശിരസ് വരെ ചലവും നീരുമലിച്ചാൽ അത് സ്ത്രീയുടെ നാവ് കൊണ്ട് നക്കിയാൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് തീരില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച ഭർത്തൃഭാര്യ ബന്ധത്തിന്റെ മഹനീയത പഠിപ്പിച്ച വിശ്വാചാര്യൻ. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അച്ഛനും അമ്മയും ബാപ്പയും വാർദ്ധക്യം പ്രാപിച്ചാൽ ഛേ എന്ന് പോലും പാനോടും മാനോടും പറയരുത്. ഓച്ചിറ ടെമ്പിൾ 250 ഫാമിലിയാണ് ഹിന്ദുക്കളായ സഹോദരങ്ങളുടെ അച്ഛനമ്മമാര് അവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കപ്പെട്ടത്. ഭീമാ പള്ളിയിൽ മുസ്ലിം കുടുംബത്തിലെ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നു. താരതമ്യേന കുറവ് മുസ്ലിങ്ങൾക്കിടയിലാണ്. ആത്മഹത്യ ഏറ്റവും കുറവ് വരില്ല മുസ്ലിങ്ങളിലാണ്. മലപ്പുറത്താണ് ആത്മഹത്യ ഏറ്റവും കുറവ്. കാരണം മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഒരു തത്വശാസ്ത്രമുണ്ട്. അത് മനുഷ്യകുലത്തിന് അള്ളാഹു അവതരിപ്പിച്ചതാണ്. അത് മാനവകുലത്തിന് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ. ആത്മഹത്യ ചെയ്യാൻ പാടില്ല, നരകത്തിൽ നിത്യവ ശരിക്കും കള്ളു കുടിക്കരുത്. ഞാൻ ഇവിടുത്തെ യുവാക്കളോട് പറയാൻ, 5 നേരം ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർത്തവ്യ നിസ്കാരം. ബാങ്ക് കേട്ട പോയിക്കൊള്ളുക പള്ളിയിൽ. മനസ്സിലായോ? 5 നേരം സുബൈക്ക് തതജാഫാ ജുനൂബുഹും അനിൽ മദാജി യദ്ഊന റബ്ബഹും ഖൗഫാ.
39 അധ്യായം 9 വചനം. ഖുർആനിലെ 29 അധ്യായം 45 വചനം. അതുകൊണ്ട് നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് മാതൃക കാണിക്കുക. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയില്ലാന്ന് തീരുമാനിക്കുക, സിനിമ കാണില്ലാന്ന് തീരുമാനിക്കുക, സംഗീതം ആസ്വദിക്കില്ലാന്ന് തീരുമാനിക്കുക, ആരെ കൊണ്ടും ഒന്നും പറയില്ലാന്ന് തീരുമാനിക്കുക, ഒരക്രമവും ചെയ്യില്ലാന്ന് തീരുമാനിക്കുക, ഒരു പെണ്ണിനെയും മൊളിക്കണ്ണിട്ട് നോക്കില്ലെന്ന് തീരുമാനിക്കുക, ഒരു ചിന്മയിലും ഞാൻ ഉണ്ടാവില്ലെന്ന് പറയാം, അളവിലും തൂക്കത്തിലും കൃത്യം കാണിക്കാതിരിക്കുക, മാലിക് ഇബ്നു ദീനാറിനെ പോലെ മാതൃകയാവുക, അദ്ദേഹത്തിന്റെ അനുയായികളെ പോലെ മാതൃകയാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകദാലിക ജഅൽനാകു ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ്. അങ്ങനെ മാതൃകയാവുക, അങ്ങനെ മാതൃകായോഗ്യരായി ജീവിക്കാൻ ശ്രമിക്കുക. ചെന്നൈയിൽ അവർക്ക് സഹായത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ ഡ്രസ് ബാങ്ക് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരോടും ഞാൻ പറയാണ്, ഒറ്റ നിമിഷം മതി സുഹൃത്തുക്കളെ, ഇതിനൊക്കെ ഒറ്റ നിമിഷം മതി. മഴ നിൽക്കാതെ പെയ്ത ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ആശങ്കകളിലാണവർ, നശിച്ചു, തകർന്നു, തരിപ്പണമായി. അതുകൊണ്ട് ഏത് നാട്ടിലും ഏത് കോലത്തിലും അതൊക്കെ വരും. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, ദുരഭിമാനം വേണ്ട, അക്രമം വേണ്ട, അരാജകത്വം വേണ്ട, ശിർക്ക് വേണ്ട, കുഫ്ർ വേണ്ട, ബിദ്അത്ത് വേണ്ട, അന്ധവിശ്വാസങ്ങൾ വേണ്ട, പ്രവാചകൻ പഠിപ്പിക്കാത്ത നബിദിനം വേണ്ട, അതിന്റെ ആരവങ്ങൾ വേണ്ട, റോഡ് ബ്ലോക്ക് വേണ്ട, തിന്മകൾ വേണ്ട. من عمل عملا ليس عليه امرنا فهو رد كل امتي يدخلون الجنه الا من ابى قيل ومن ابى يا رسول الله ومن طاعني دخل الجنه ومن نصاني فقد ابى. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും നരകത്തിൽ സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ വിസമ്മതിച്ചവൻ? എന്റെ സുന്നത്തെടുക്കാതെ ബിദ്അത്തെടുത്തവൻ അവൻ നരകത്തിലാണ്, എന്റെ സുന്നത്തെടുത്തവൻ സ്വർഗ്ഗത്തിലാണ്. ദൗനി മാ തറക്തുകും ഇന്നമാ അഹ്ലക മൻ കാന ഖബലകും കസ്റതു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അൻബിയാഇഹിം വഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുഹും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതാതും. വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ കൊണ്ടുവന്ന് സ്വീകരിച്ചോളി. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. 59 അധ്യായം 7 വചനം. റസൂൽ പഠിപ്പിച്ചേ ചെയ്യാ, റസൂൽ പഠിപ്പിക്കാത്ത വിട്ടുകളിയാ. നല്ലതല്ലേ? ഇന്ന് ഞാനൊരു മൊയ്ലിയാരെ വയല് വരുമ്പം കേട്ട്, എന്താ സിംസാമുൽ ഹഖ് ഉദവിയോ, എന്താ പ്രസംഗം? പേന്റ് നബീന്റെ കാലത്തുണ്ടോ? വഹാബികളെ അതെന്നാ ബിദ്അത്താവൂലേ? വിവരം പോയ പോക്ക്. നബീന്റെ കാലത്ത് മൈക്കുണ്ട, കൈ മോണിറ്റർ ഉണ്ടോ? കുനാന്ന് എറിയുന്നേ ഉണ്ടോ? ഹേയ് ഹേയ്, ഇനി നിങ്ങൾക്ക് ഒരു ഖുർആന്റെ വചനം കേൾക്കണോ? നല്ലത് പുതുതായി ഉണ്ടാക്കാന്നാണ് ആര് പറയുന്നത്? ഈ മൊയ്ലിയാര് പറയുന്നത്. ഞങ്ങളൊരു കാര്യം പറയട്ടെ, നല്ലത് ഒരക്ഷരം നല്ലത് എന്ന് തോന്നിയിട്ട് നബിക്ക് ചെയ്യാൻ വകുപ്പുണ്ടോ ഇസ്ലാമില്? മുഹമ്മദ് നബിക്ക് ഒരക്ഷരം അള്ളാന്റെ പേരിൽ സ്വതന്ത്രമായിട്ട് പറയാൻ നബിയുടേതായി ആരാ? അഷ്റഫുൽ ഖൽഖ്. ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ബുർദത്തുൽ ബൂസീരിയുടെ അവസാന വചനമാണ് ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ലോകത്തിലെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, പക്ഷേ മനുഷ്യനാണ്.